വന്യമൃഗഭീതിയിൽ പുറത്തിറങ്ങാനാകാതെ മലയോര ജനത. ചിന്നക്കനാലിൽ പുലിഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലും പുലി വളർത്തുനായയെ ആക്രമിച്ചു. ചക്കാലക്കൽ മേരിക്കുട്ടിയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. കൊളുക്കുമലയിൽ കടുവയുടെ സാന്നിധ്യം. വിനോദസഞ്ചാരികൾ കടുവയെ നേരിൽ കണ്ടു. നാഗമലയിൽ പശുവിനെ കൊന്ന് ഭക്ഷിച്ചത് കടുവയെന്ന സംശയം. കാട്ടാനകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാടിറങ്ങുന്നത് കടുവയും പുലിയുമാണ്. ചിന്നക്കനാലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലിഭീതി ഒഴിയുന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ പുലി മേഖലയിലെ വളർത്തുനായ്ക്കളെ ഇരയാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകൾ വശത്ത് ജനവാസ മേഖലയിൽ പുലി എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ പുലി ചക്കാലക്കൽ മേരിക്കുട്ടി ജോർജിന്റെ വീട്ടിലെ വളർത്തുനായയെ ആക്രമിച്ചു. നായ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ചിന്നക്കനാല് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഒരു ഭാഗത്ത് പുലി, ഒരു ഭാഗത്ത് കടുവ, മറ്റൊരു ഭാഗത്ത് ആന, അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ടൊരിക്കലും ഇല്ലാത്ത രീതിയിൽ. ഇന്നലെ രാത്രിയിൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുകളിൽ താമസിക്കുന്ന മേരിക്കുട്ടി ചേച്ചിയുടെ വീട്ടിലേക്ക് പുലി ഇറങ്ങി നായയെ പിടിച്ചുകൊണ്ടുപോയി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നാഗമലയിൽ കാളിരാജ് എന്ന് പറയുന്ന ആളുടെ 2 പശുക്കളെ കടുവ പിടിച്ചു. ഇതോടൊപ്പമാണ് സൂര്യനെല്ലി കൊളുക്കുമലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാരികളാണ് കടുവയെ നേരിൽ കണ്ടത്. ഇവർ ദൃശ്യങ്ങളും പകർത്തി. തമിഴ്നാട് അതിർത്തിയായതിനാൽ പഴനിമലയിൽ നിന്നും കടുവയെത്തിയതെന്നാണ് നിഗമനം. ഒപ്പം നാഗമലയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പശു ചത്തിരുന്നു. പശുവിനെ കൊന്നുഭക്ഷിച്ചതും കടുവയെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വനംവകുപ്പും സ്ഥിരീകരിച്ചു. കൊളുക്കുമലയിലെ കടുവ ജനവാസ മേഖലയായ ചിന്നക്കനാൽ സൂര്യനെല്ലി പ്രദേശത്തേക്ക് എത്തുമോ എന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.